ഈ മാസം 21-നാണ് ആയുധ നിയമപ്രകാരം സഞ്ജയ് ദത്തിന്റെ തടവ് ശിക്ഷ 5 വർഷമാക്കിക്കൊണ്ടുള്ള കോടതി വിധി പുറത്തുവന്നത്. വിധി വന്നതിനുശേഷം ഇതാദ്യമായാണ് സഞ്ജയ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറെ വികാരാധീനനായി കാണപ്പെട്ട സഞ്ജയ് രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്നുവെന്നും കോടതി വിധിയെ മാനിക്കുന്നുവെന്നും പറഞ്ഞു. അതേസമയം വിധിയിൽ മാപ്പപേക്ഷിക്കില്ല എന്നും സഞ്ജയ് വ്യക്തമാക്കി. All I can tell you all is that I have not applied for any pardon. There are many other people who deserve pardon. And I just with folded hands want to tell the media, the honorable citizens of my country and the senior media people is that when I'm not going for a pardon, then there is no debate about it. സമയപരിധിക്കുള്ളിൽ താൻ കീഴടങ്ങുമെന്നും ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണിതെന്നും സഞ്ജയ് കൂട്ടിച്ചേർത്തു. നേരത്തെ കരാർ ഒപ്പിട്ട സിനിമകൾ പൂർത്തിയാക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. സഞ്ജയ് ദത്തിന്റെ ശിക്ഷാവാർത്ത പുറത്തുവന്നതിനു ശേഷം സമൂഹത്തിലെ നിരവധി പ്രമുഖർ സഞ്ജയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. സഞ്ജയ്ക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുമെന്ന് പ്രസ് കൌൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ മാർക്കണ്ഡേയ കട്ജുവും സിനിമയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കളായ ജയാ ബച്ചനും ശത്രുഘ്ൻ സിൻഹയും വ്യക്തമാക്കി കഴിഞ്ഞു. അനധികൃതമായി ആയുധം കൈവശം വെച്ചതിന് 1993-ലാണ് സഞ്ജയ് ആദ്യമായി അറസ്റ്റിലാകുന്നത്. 2007-ൽ കോടതി അദ്ദേഹത്തിന് 6 വർഷം തടവ് ശിക്ഷ വിധിച്ചു. എന്നാൽ ഈ മാസം 21-നാണ് കോടതി സഞ്ജയുടെ ശിക്ഷ 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി ചുരുക്കിയത്. 3.5 വർഷത്തെ ശിക്ഷ കൂടി സഞ്ജയ്ക്ക് ഇനി അനുഭവിക്കാൻ ബാക്കിയുണ്ട്. അന്തിമവിധി വന്നതിനുശേഷം 4 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണമെന്നാണ് നിയമം. നാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.